നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഫ്രീ സ്വിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെയും മെഷീനാണ് പരിചയപ്പെട്ടത്. അതിൻ്റെ ഭാഗങ്ങൾ പഠിച്ചു, നൂല് കയറ്റാനും പഠിച്ചു. ഇനി നമുക്ക് തുന്നാൻ പഠിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇന്നിവിടെ ഈ തുന്നുന്നതിനുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തുന്നാൻ പഠിക്കാം. അതിനു വേണ്ടി നമ്മൾ ഇവിടെ നൂല് കുരുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് പ്രഷർ ഫുഡ് മുകളിലോട്ട് ഉയർത്തണം. എന്നിട്ട് തുണി വെച്ച് സൂചിക്ക് അടിയിൽ വെച്ച് കൊടുക്കണം. ഇനി ഈ വീൽ മുന്നോട്ട് കറക്കിക്കൊണ്ട് സൂചി താഴ്ത്തണം. എന്നിട്ട് പെഡൽ ചവിട്ടണം. താഴെ പെഡൽ ചവിട്ടിക്കൊണ്ട് വീല് മുന്നോട്ടെടുത്തിട്ട് ഇങ്ങനെ തയ്ക്കണം. പതുക്കെ ഇങ്ങോട്ട് വീല് മുന്നോട്ട് കറക്കി പെഡൽ ചവിട്ടി പതുക്കെ തയ്ച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ആദ്യമേ തയ്ക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ പതുക്കെ, വളരെ സ്പീഡിൽ തയ്ക്കാൻ പഠിക്കരുത്. പതുക്കെ വേണം ഇത് തയ്ച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കിപ്പോൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തുണി എടുക്കാൻ വീല് മുന്നോട്ടാക്കിയിട്ട് സൂചി മുകളിലോട്ടാണ്. എന്നിട്ട് പ്രഷർ ഫുഡ് ഉയർത്തുക, തുണി ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് കത്രിക വെച്ച് ആ നൂല് വെട്ടിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ച് തുണി വെളിയിലെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു ലൈനിൽ കൂടെ ഇതെങ്ങനെയാണ് നേരെ തയ്യുന്നത്, ഇതിൻ്റെ ആ വിടവിലൂടെ, ആ ഗാർഡ് ലൈനിലൂടെ നമ്മൾ കറക്റ്റായിട്ട് തേരോട്ട് ഇതുപോലെ പെടലിൽ ചവിട്ടി വീല് മുന്നോട്ടായിട്ട് തയ്ച്ചു കൊടുക്കണം. നമ്മൾ പിടിച്ച് വലിച്ച് തയ്ക്കരുത്. അത് ഈ മെഷീൻ തന്നെ മുന്നോട്ട് ഈ തുണിയെ തയ്ച്ചു കൊണ്ട് പൊയ്ക്കൊള്ളു. തുടക്കക്കാർ സാധാരണ ചെയ്യുന്ന തെറ്റുകളാണ് തുണി വലിക്കുന്നത്, വളരെ വേഗത്തിൽ പെഡൽ അമർത്തുന്നത്, പ്രഷർ ഫുഡ് താഴ്ത്താൻ മറക്കുന്നത്. തുണി വലിക്കുമ്പോൾ മെഷീൻ ഇല്ലാതാവും. അതുപോലെ വേഗത്തിൽ അമർത്തുമ്പോഴും ആ തയ്യൽ ശരിയാകത്തില്ല. പ്രഷർ ഫുഡ് താഴ്ത്താൻ മറന്നാലും അതും തയ്ക്കാൻ ശരിയാകത്തില്ല. ഇങ്ങനെ നമ്മൾ വലിച്ച് പിടിച്ചുകൊണ്ട് തയ്ക്കരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിട്ട് മെഷീൻ തന്നെയാണ് മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ മുൻപുള്ള വീഡിയോ കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.